കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം നാം വായിക്കുന്നത്, അല്പബുദ്ധികളെ സൂക്ഷ്മ ബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ, മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവീൻ എന്ന വചനമാണ്. ഇവിടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്, നാം എല്ലാവരും വളരെ വിവേകമുള്ളവരായി, ബുദ്ധിയുള്ളവരായി, സൂക്ഷ്മത ഉള്ളവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതുണ്ടെന്നും, അല്ല എങ്കിൽ ഏത് നേരത്തും ഏത് മേഖലകളിൽ നിന്നും ചതികളും വഞ്ചനകളും നമ്മെ തേടിയെത്താമെന്നും അത് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പോലും ഇടമുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വിവേകത്തോടുകൂടി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കണമെന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം ശൗമ്യലിന് എഴുതിയ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ ദൈവത്താൽ നിയോഗം പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ചതായ ദാവീദ് ശൗലിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ശൗൽ ഇസ്രായേലിൻ്റെ രാജാവാണ്. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച് ശൗലിൻ്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദാവീദ് ശൗലിൻ്റെ കാലശേഷം രാജ്യത്തിൻ്റെ രാജാവാകും എന്നുള്ള ചിന്ത തന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വരികയും തൽഫലമായിട്ട് ദാവീദിനെ ഏതു വിധേനയും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അവിടെ ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് താൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും വളരെ ബുദ്ധിയോടും വിവേകത്തോടും കൂടി ജീവിപ്പാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം തനിക്ക് വിശേഷമായിരിക്കുന്ന ഒരു ദൈവകൃപ പകർന്നു എന്നുള്ളത് ആ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. വിവേകമുള്ളവനായി ദാവീദ് മുൻപോട്ട് പോകുവാൻ തുനിഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവം ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ദാവീദിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, ആകയാൽ ഗുണവും ദോഷവും വേർതിരിച്ച് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ഉള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ശലോമോൻ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാനും ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ശലോമോനോട് ദൈവം സംസാരിച്ചത്, ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുൻപ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിൻ്റെ ശേഷവും ഉണ്ടാകിയില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ജ്ഞാനം നിറഞ്ഞവനായി വിവേകമുള്ളവനായി ശലോമോൻ തീർന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തനിക്ക് കൊടുത്ത വിശേഷപ്പെട്ട വിവേകമായിരുന്നു, ബുദ്ധിയായിരുന്നു, ജ്ഞാനമായിരുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വളരെ ബുദ്ധിയുള്ളവരായി, വളരെ വിവേകമുള്ളവരായി, വളരെ ജ്ഞാനമുള്ളവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ
ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളെന്നും മാത്രമല്ല, നാം എത്തേണ്ട ഇടങ്ങളിൽ, നാം ചെയ്യേണ്ട തലങ്ങളിൽ നാം ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെ വിവേകം നമുക്ക് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകത്തോടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വിവേകമുള്ള ഒരു ഹൃദയത്തോടുകൂടി ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വഞ്ചിക്കപ്പെടാതെ, ചതിക്കപ്പെടാതെ, തകർന്നു പോകാതിരിക്കേണ്ടതിന് വിശേഷമായ ദൈവിക കൃപ കൊണ്ട്, വിവേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.